ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു MarysTreat. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണ്. സോയ ചങ്ക്സും അതുപോലെ ഉരുളൻകിഴങ്ങൊക്കെ ചേർത്ത് തേങ്ങ വറുത്തരച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു മസാലക്കറി നമുക്ക് സദ്യയുടെ സമയത്ത് മാത്രമല്ല, അല്ലാതെ ചപ്പാത്തിക്കോ വേറെ എന്തിനാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സോയാ ചങ്ക്സ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് സോയ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഒപ്പത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ മാത്രം മതി. സോയ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് വെള്ളത്തിൽ കുതിർക്കാത്ത സോയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അത് അപ്പുറത്ത് സ്റ്റൗവിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അതേസമയം കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. വറുത്തരച്ചിട്ടാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പീര ഉണ്ടാക്കുന്നത് ഇതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ചിരകിയിട്ട് എടുക്കുന്നതാണെങ്കിലും ആ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ നല്ല ഈവൻ ആയിട്ടുള്ള തേങ്ങാപ്പീര കിട്ടും കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഇതിനെ നല്ല ബ്രൗൺ ആക്കി വറുത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ പണിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ തേങ്ങ ഇത്രേ ആയിട്ടുള്ളൂ. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സോയാ ചങ്ക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാണ് കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ തിളച്ച് പൊങ്ങി വരും ആ വെള്ളം. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം, ചൂടാറി വരട്ടെ. ആ സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ ഏകദേശം നന്നായി തേങ്ങ നല്ല ബ്രൗൺ ആക്കി വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മല്ലിപ്പൊടിയുടെ പച്ചമണം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് കറിയിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കുത്തും. അപ്പോൾ ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് ഒന്ന് പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും പൊടികൾ ചേർത്തുകൊണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇട്ട വശം തന്നെ. കണ്ടില്ലേ, ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്തിട്ട് 2-3 തവണ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. അപ്പോഴാണ് ആ സോയാ ചങ്ക്സിൻ്റെ ഉള്ളിലൊരു മത്ത് ടേസ്റ്റ് ഉണ്ടാവേ. അതൊക്കെ പോവാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ ഒരു തവണ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ഒരു 2-3 തവണ നമ്മൾ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ സോയാ ചങ്ക്സ്. നമ്മളിത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. അത് പിഴിയുമ്പോൾ തന്നെ ചിലതൊക്കെ 2 പീസായി പോവും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഒന്ന് വറുത്തത് ഏകദേശം ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജാറിലേക്ക് മാറ്റി വെച്ചു. ആ സെയിം പാൻ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അതിൽ. ഇനി നമ്മൾ ഈ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഈ സോയ ചങ്ക്സിൻ്റെ കറി. അപ്പോൾ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോവും. കുറച്ചൊരു മീഡിയം സൈസ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഇനി സോയ ചങ്ക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തോരം വെളിച്ചെണ്ണ ഒഴിച്ചാലും അത് ഫുള്ളങ്ങ് അബ്സോർവ് ചെയ്യും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെളുത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 4-5 മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സോയാ ചങ്ക്സ്, നമ്മൾ വേവിച്ച് വെള്ളം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇത് മുരിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഗ്രേവി ഒന്ന് നല്ല കുറച്ചധികം ഗ്രേവി പോലെ ആ ഒരു മസാല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാള ചേർത്തത് കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോഴേക്കും ആ എണ്ണ എല്ലാം അതങ്ങ് വലിച്ചെടുത്ത് വറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക കേട്ടോ. അപ്പോഴാണ് ഈ സോയാ ചങ്ക്സിലേക്കൊക്കെ ആ ഒരു മുരിവ് കിട്ടുക. ഇനി ഇതൊന്ന് 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സോയാ ചങ്ക്സിലേക്കൊക്കെ ആ ഒരു ചെറിയൊരു മുരിഞ്ഞ ഇത് വന്നോളും. കണ്ടില്ലേ, ഇപ്പം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വറുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് തേങ്ങ ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ആ തേങ്ങ അരച്ചത് മുഴുവൻ ചേർത്തു. ഇനിയൊരു 1/4 കപ്പ് വെള്ളം ആ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 1 കപ്പ് വെള്ളം നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇച്ചിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നമ്മൾ മുളക് പൊടി ആദ്യം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ആ കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടി ഉള്ളപ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ഒരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പെല്ലാം നമ്മുടെ ഈ സോയാ ചങ്ക്സിൽ നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല കോട്ടായിരിക്കുന്ന വിധത്തിൽ നമുക്ക് കിട്ടണം ഈ ഒരു മസാല. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു അരപ്പിങ്ങനെ കോട്ടായി വരില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് വറ്റിച്ചെടുക്കുമ്പോഴാണ് അതുപോലെ നമുക്ക് കിട്ടുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പരുവം. നിങ്ങളിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സദ്യയ്ക്ക് വിളമ്പാനാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുത്ത് വെച്ചാൽ മതി. കഴിക്കാറാകുമ്പോഴേക്കും കറക്റ്റ് ഡ്രൈ ആയി വന്നോളും. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തോന്ന്, സോയാ ചങ്ക്സ് ഓൾറെഡി നമ്മുടെ വെന്താണല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്തിട്ട് ഒരു കത്തി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, അപ്പോൾ നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇപ്പം തന്നെ ഉപയോഗിക്കാനാണെന്നുള്ളത് കൊണ്ട് നമ്മളിതൊന്നും കൂടെ ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും ഈ ഒരു പരുവം തന്നെ മതി, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ചോറിനാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിക്കാനുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല പെരണ്ടിരിക്കും. നമ്മുടെ ഒഴിച്ചുകറിയുടെ വേറെ സാമ്പാറും മോരുകറിയൊക്കെ ഉണ്ടാവുമല്ലോ, പുളിശ്ശേരിയൊക്കെ ഉണ്ടാവുമല്ലോ സദ്യക്ക്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. കണ്ടില്ലേ, ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയി. അത് ഉരുളക്കിഴങ്ങൊക്കെ നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിടാം. നമുക്കൊരു 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി, 2 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ട് മൊരിയിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, നമുക്കറിയാമല്ലോ. കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ സോയാ ചങ്ക്സിൻ്റെ എല്ലാ പീസസിലേക്കും കോട്ടാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഇങ്ങനെ ഫ്ലേവർ നമുക്ക് കിട്ടും. അതൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്.
നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഒരു ഫിനിഷിങ് ടച്ചായിട്ട് ഒരു പിഞ്ച് ഒരു നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് വിളമ്പാൻ നേരം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, ആ ഉരുളക്കിഴങ്ങൊക്കെ ഒട്ടും പൊടിയാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തുകൊണ്ട് അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ഭംഗിയിൽ അങ്ങനെ കിടക്കും. ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ നല്ല സുന്ദരിക്കുട്ടിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ സോയാ ചങ്ക്സ് വെച്ചിട്ട് ഇതുപോലൊരു ഡ്രൈ മസാല ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.